ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മൾ പരസ്പരം അനുഗ്രഹിക്കട്ടെ. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആമേൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മറ്റൊരാൾ വിജയിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങളെ പിന്നിലാക്കുന്നതായി തോന്നുമ്പോൾ. നിങ്ങൾ പുറമേ പുഞ്ചിരിക്കുന്നു, എന്നാൽ ഉള്ളിൽ എന്തോ ശരിയല്ല. നിങ്ങളുടെ ഹൃദയത്തിലൊരു ചോദ്യം, എന്നെക്കുറിച്ച് എന്താണ് കർത്താവേ? നിങ്ങൾക്കെപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്കുള്ളതാണ്. കാലക്രമേണ വാഹനങ്ങൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഒരിക്കൽ ആളുകൾ കുതിരവണ്ടികൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ ആദ്യത്തെ കാറുകൾ വന്നു. പിന്നെ മികച്ച കാറുകൾ, വേഗതയേറിയതും ശക്തവുമായ. ഇന്നോ ആധുനികവും ശക്തവുമായ വാഹനങ്ങൾ. ഇപ്പോൾ സങ്കൽപ്പിക്കുക, ഒരു പഴയ വാഹനം ഇങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും? ഇതിലും മികച്ചതൊന്നും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആളുകൾ എന്നെ വിട്ടുപോകുന്നു. എനിക്ക് പ്രാധാന്യം കുറയുന്നു. അത് വിചിത്രമായി തോന്നുന്നു അല്ലേ? കാരണം ഓരോ ഘട്ടവും ഒരുക്കങ്ങൾ മാത്രമായിരുന്നു. രണ്ടും സാവധാനം, ഒരുമിച്ച്, മെച്ചപ്പെട്ട ഒന്നിനായി. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ യോഹന്നാൻ സ്നാപകനെ കണ്ടുമുട്ടുന്നു. ഒരു മഹാനായ പ്രവാചകനെ, തുടർന്ന് പലരും. എന്നാൽ പിന്നീടെന്തോ മാറുന്നു. ആളുകൾ അവനെ വിട്ടുപോകാൻ തുടങ്ങുന്നു. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പോകുന്നു. അവന്റെ ശിഷ്യന്മാർ ആശങ്കാകുലരാണ്. റബ്ബി, എല്ലാവരും അവന്റെ അടുക്കലേക്ക് പോകുന്നു. ഇത് പരീക്ഷണത്തിന്റെ നിമിഷമാണ്. അവൻ അസൂയപ്പെടുമോ? അവൻ മത്സരിക്കുമോ? അവൻ പിടിച്ചു നിൽക്കുമോ? ഇല്ല. പകരം അവൻ പറയുന്നു, രണ്ടും ശക്തമായി, പതുക്കെ. അവൻ വളരണം, ഞാൻ കുറയണം. ജോണിൻ തന്റെ പങ്ക് മനസ്സിലായി. അവൻ ലക്ഷ്യസ്ഥാനമായിരുന്നില്ല. അവൻ വഴിയൊരുക്കുക മാത്രമായിരുന്നു. കാരണം പൂർണ്ണനായവൻ വന്നിരുന്നു. യേശു വെറുമൊരു അധ്യാപകനല്ല. അവൻ മുകളിൽ നിന്നുള്ളവനാണ്. അവൻ ദൈവത്തിന്റെ സത്യം സംസാരിക്കുന്നു. അവൻ മാത്രമാണ് നിത്യജീവൻ നൽകുന്നത്. അവൻ പൂർണ്ണനാണ്, നമ്മെ വീട്ടിലേക്ക് നയിക്കുന്നവൻ. C.S. ലൂയിസ് പറഞ്ഞതുപോലെ, വിനയം എന്നത് നിങ്ങളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്നതല്ല, എന്നാൽ നിങ്ങളെക്കുറിച്ച് കുറച്ചു ചിന്തിക്കുന്നതാണ്. അതാണ് ജോൺ ജീവിച്ചത്. സ്വയം നഷ്ടപ്പെടാതെയും. പക്ഷേ ക്രിസ്തുവിനെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചാണ്. ഇന്ന് ചോദ്യം നമ്മിലേക്ക് വരുന്നു. രണ്ടും സാവധാനം, വ്യക്തമായി. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് വളരുന്നത്? നിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്തുവോ? നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുവോ? നിങ്ങൾ കേന്ദ്രമാകാൻ ശ്രമിക്കുന്നുവോ? അല്ലെങ്കിൽ കീഴടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം ക്രിസ്തു വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. രണ്ടും നിങ്ങൾ അത് കണ്ടെത്തുന്നു. അതിനാൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നത് പറയുക. രണ്ടും ശക്തമായി, അന്ത്യമായി. അവൻ വളരണം, ഞാൻ കുറയണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, യഥാർത്ഥ വിനയം ഞങ്ങളെ പഠിപ്പിക്കണമേ. മാറി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം. അതിനാൽ ക്രിസ്തു കേന്ദ്രമാകട്ടെ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. രണ്ടും നിങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കണം. ആമേൻ. സമാധാനത്തോടെ പോകൂ. ക്രിസ്തു വളരണം. അവനിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവൻ കണ്ടെത്തും.